അപ്പോൾ ഗൈസ് നമ്മുടെ ഗാർഡൻ ഏരിയയിലേക്ക് നമ്മൾ ഒരു കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബുദ്ധനെ എല്ലാം നമ്മൾ റീസെറ്റ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഒരു കാര്യം കൊണ്ടകത്ത് വായിക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനെന്ന്. അപ്പോൾ നമുക്കത് വെടിയാൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് വീടെത്തിയിരിക്കുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ നേരെ കണ്ട ഉള്ളിലേക്ക് ഉള്ളിലോട്ട് വന്നപ്പോഴാണ് ഈ ആളാണ് നമ്മളിവിടെ സ്വീകരിച്ചത്. ഞാൻ ഏകദേശം 10 വർഷത്തിൽ മേളിലായി മീനെ വളർത്തിയിട്ട്. കാരണം നമ്മൾ കൊച്ചുനാളിലെങ്ങാണ്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ വീട്ടിൽ അങ്ങനെ പണ്ട് മീനെ വളർത്തുന്ന ക്രൈസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ക്രൈസൊക്കെ അങ്ങ് വിട്ടു. കാരണം അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓരോരോ കാര്യങ്ങളായിട്ട് ഓട്ടമായിരുന്നു. അങ്ങനെ തന്നെ പിന്നെ കുറേ കാര്യം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മീനെയൊക്കെ മേടിക്കേണ്ട ആഗ്രഹം മനസ്സിലിങ്ങനെ ഒതുക്കിയത്. പക്ഷേ ഇതിനെയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഗൈസ് നമുക്ക് അതുപോലെ നോക്കാനുള്ള സമയം വേണം, ഇത് വേണം, മനസ്സും വേണം. പക്ഷെ അപ്പം ഇപ്പോഴാണ് നമുക്കത് മേടിക്കാം ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻസ് വന്നുകൊണ്ട് നമ്മളിങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമാണ് ഗാർഡനിങ് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ നമ്മൾ ആ ഗാർഡൻ ഏരിയയിൽ നമുക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, കുറേ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഓരോരോ ആഗ്രഹങ്ങളായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് ചെയ്ത് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ഫൈറ്ററെ മേടിക്കാൻ വേണ്ടിയാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ഫൈറ്ററായിരിക്കും ബെറ്റർ. കാരണം ഇതിനെ നമുക്ക് സിംഗിളായിട്ട് ഇടാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അക്വാറിയത്തിൻ്റെ വെളിയിൽ നിന്നൊക്കെ കാണാൻ നേരം. ഗൈസ് ഇതെന്ത് മീനാണെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ കണ്ട ഒരു ഫൈറ്ററിനെയാണ് എടുത്തത്. നമ്മൾ ബ്ലൂ ആണ് എടുക്കാൻ വന്നത്. പക്ഷേ ബ്ലൂ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ റെഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ റെഡ് അങ്ങ് എടുത്തു. ഏറ്റവും പുതിയ സ്ഥലത്തോട്ട് ഒരു ഗ്ലാസിനകത്തല്ലേ നമ്മളങ്ങനെ നമ്മുടെ ഫൈറ്ററുമായിട്ട് നമ്മുടെ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഗാർഡനിലേക്ക് അടിയൊരു ബൗളിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബുദ്ധനെ എല്ലാം നമ്മൾ വേണ്ട ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗാർഡനിൽ ഓരോരോ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് മൊത്തം നമ്മൾ നമ്മളെ പടർന്നു വരുന്ന ചെടി കൊണ്ട് ഇത് മൊത്തം നമ്മൾ കവർ ചെയ്യും. നമ്മുടെ കുറേ കാലം കൊണ്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈറ്ററിനെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫൈറ്റർക്ക് കൊടുക്കാനുള്ള ഫീഡാണ്. ഈ ഫീഡാണ് നമ്മൾ ഫൈറ്ററിന് കൊടുക്കുന്നത്. ബെറ്റ. ഈ ഒരു കമ്പനിയുടെ ഫീഡാണ് നമ്മൾ ഫൈറ്ററിന് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സാധാ ഫിഷ് ഫുഡായിരിക്കും കൊടുക്കുന്നതാണ്. പക്ഷേ അല്ല, ഇത് എന്താ പറയുന്നത്, ഈ ഒരു സാധനമാണ് കൊടുക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. നമ്മളിവിടെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 1 ഡേ 3 പീസ് കൊടുത്താൽ മതി അല്ലേ? 3 പീസ്, അതായത് ഒരു ദിവസം. ഫൈറ്ററിനെ പറ്റി കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ ഒന്ന് അറിയിക്കണേ. നമ്മൾ ഈ ഫിഷിനെ വളർത്തിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തിൽ പുറത്തായി. നമ്മുടെ ഫൈറ്റർ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം അവനുള്ള റെസ്റ്റ് എടുക്കട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകാം. അപ്പം ഗൈസ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.